ഇത്രയും ദാരുണമായ പ്രസിഡന്റ് ലോകത്തിൽ വേറെ ആരും ഉണ്ടാവില്ല. അൽഫോൺസോ ഡേവിസ്, ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡ് അടുത്ത സീസണിൽ ഫ്രീ സൈനിങ്സ് ആയിട്ട് വരുമെന്ന്. പേപ്പറിലുള്ള ടീം എന്ന് വെച്ചാല് പക്ഷേ ഞാൻ പറയണ് ഇല്ല, അത് ഞാൻ ഇപ്പൊ പറയണം, അത് നമുക്ക് ഇല്ല. Good morning, good afternoon, good evening. Welcome to our latest episode of Zero Ball Knowledge. So, എല്ലാ ടൂർണമെന്റ്സും കടന്ന് കഴിഞ്ഞ് ട്രാൻസ്ഫർ ന്യൂസുകൾ എന്താ പറയുക ഹോട്ടായിട്ട് നിൽക്കണതാണ്. അതെ, ഇഷ്ടംപോലെ ട്രാൻസ്ഫർ റൂമേഴ്സ് ഉണ്ട്. ട്രാൻസ്ഫർ ഡീൽസ് കഴിഞ്ഞ് നടക്കാൻ പോണ കുറേ ട്രാൻസ്ഫർ ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റും പിന്നെ പ്രഡിക്റ്റഡ് ഫ്യൂച്ചർ ടീംസിൻ്റെ ലൈനപ്പ് ഈ വന്നേക്കുന്ന ട്രാൻസ്ഫറുകൾ വെച്ച്. ഫസ്റ്റ് തന്നെ നമുക്ക് ദ ബിഗ്ഗസ്റ്റ് വണ്ണിൽ നിന്ന് തുടങ്ങാം. റയൽ മാഡ്രിഡ് എംബാപ്പെ ഡൺ. എൻട്രിക്കും വന്നു. ഇന്ന് അതും പോരാണ്ട് ആഞ്ചലോട്ടി പബ്ലിക്കലി പറയുകയും ചെയ്തു ഇനി റയൽ ഈ സീസണിൽ ആരെയും സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, റയലിന് ആവശ്യമില്ല ഒന്നാമത്തെ കേസ്. പക്ഷേ എന്നാൽ പോലും ഇപ്പൊ വരുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല റയൽ പറഞ്ഞതാണ്. എയ്മറിക് ലപ്പോർട്ട് അൽ നാസറി കളിക്കാരൻ സ്പെയിൻ്റെ ഡിഫൻഡർ, പുള്ളിക്കാരൻ എന്താ പറയാ റയൽ ഓഫർ വിളിച്ചാ അങ്ങോട്ട് പോയാൽ കൊള്ളാന്നുണ്ട്. റയൽ വിളിച്ചാ മാത്രം. സീൻ എന്താന്ന് പറഞ്ഞാൽ ലപ്പോർട്ടയ്ക്ക് സൗദിയിലേക്ക് കിട്ടുന്ന സാലറി 25 മില്യൺ ആണ്. 2 മില്യൺ റയൽ തന്നാലും പോവൂന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റയൽ വേണം. ഡേവിഡ് ആലബ ഉണ്ട്, മിലിറ്റാവ് ഉണ്ട്, റൂഡിഗർ ഉണ്ട്, നാച്ചോ പോയി. അപ്പൊ ഒരു ഡിഫൻഡറിന്റെ കുറവുണ്ടാന്ന് ചോദിച്ചാ ഉണ്ട്. പക്ഷെ ലപ്പോർട്ടെ സബ് നിൽക്കാൻ വേണ്ടി പോകും. എന്തിനു വേണം എന്നാണ് ഞാൻ ചോദിച്ചത്. ലപ്പോർട്ടർ ആവശ്യമില്ലല്ലോ. അതിപ്പോ ഏത് കളിക്കാരനും റയലിന് ആവശ്യം ഉണ്ടാവുമായിരിക്കും. പക്ഷെ റയലിന് എല്ലാ കളിക്കാരനും ആവശ്യമുണ്ടാ. എന്താണ് ബാഴ്സലോണ ഫാൻ ഉണ്ടാണ്ടിരിക്കണേ? അപ്പോ ഒരു സംഭവം പറയാം. ഇപ്പോ ഇത്രയും ടീം ലൈനപ്പ് ആയിട്ടുണ്ടല്ലോ, റയൽ എങ്ങനെ ലൈനപ്പ് ചെയ്യും അടുത്ത സീസൺ? അത് അൻസിലോട്ടിയുടെ തലവേദനയാണ്, നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടാ. ഞാൻ ഏറ്റെടുത്ത് ഞാൻ പറയാം. ഓബിയസ്ലി ബാക്കില് കോർട്ടുമായിരിക്കും ഗോളി സ്റ്റാർട്ടിങ്. റൂഡിഗർ ഉണ്ടാവും. മിലിറ്റാവോ പകരം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഡേവിഡ് ആലബേനായിരിക്കും. ഡേവിഡ് ആലബ, റൂഡിഗർ. അപ്പുറത്ത് മെൻഡിയൻ, ഇപ്പുറത്ത് കറഹാല്. ഓബിയസ്ലി മിഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ചൗമിൻ CDM ഉറപ്പിച്ച് ആ റോള്. ക്രൂസ് ഇല്ല, കഴിഞ്ഞ്. ക്രൂസ് മോട്ടറിച്ചിന്റെ പാർട്ണർഷിപ്പ് കഴിഞ്ഞ്. മോട്ടറിച്ച് ബെഞ്ചിലായിരിക്കും ഓബിയസ്ലി. വാൽവെർദെ കൺഫേം ആണ്. ആരൊക്കെയാണെങ്കിലും വാൽവെർദെ ആ ടീമിലുണ്ടാവും. പിന്നുള്ളത് ബെല്ലിംഗ്ഹാം ഈ സീസൺ കളിക്കാൻ പോണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസൺ കുറച്ചും കൂടി ഒരു ഫോൾസ് 9 IMF കളിച്ചത്. പക്ഷെ ഈ സീസൺ CMF ആയിരിക്കും. കഴിഞ്ഞ സീസണിൽ കണ്ടുപോലെ ഒരുപാട് ഗോളുകളും അസിസ്റ്റുകളും പ്രതീക്ഷിക്കണ്ട, ഒരാളും പ്രതീക്ഷിക്കണ്ട, ഉണ്ടാവൂല. കമവിംഗ ബെഞ്ചിലായിരിക്കും, കൺഫേം ആയിട്ട് ബെഞ്ചിലായിരിക്കും. കമവിംഗനെ യൂട്ടിലൈസ് ചെയ്ത് മറ്റേ ഓരോ കളിക്കാർക്ക് പകരമായിട്ട് പല പൊസിഷനിലായിട്ട് പുള്ളി ഉപയോഗിക്കുള്ളൂ. മിഡ് ഇതായിരിക്കും വാൽവെർദെ, ചൗമിനി, ബെല്ലിംഗ്ഹാം. പക്ഷേ വാൽവെർദെ, ചൗമിനി, ബെല്ലിംഗ്ഹാം ഒരു കോമ്പിനേഷൻ ഒരു സംഭവം ഇപ്പൊ പറഞ്ഞുതരാടാ. ക്രൂസ്, മോഡ്രിച്ച്, കസമേറോ ഒരു പ്രോപ്പർ CDM ആണ്. മോഡ്രിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് ആണ്. കറക്റ്റ് ആയിട്ട് ത്രൂ പാസസ് ഇട്ട് ഈ പറഞ്ഞ കുറച്ചും കൂടി അറ്റാക്ക് മൈൻഡഡ് ആണ്. ക്രൂസ് ആണെങ്കിൽ മിഡ്ഫീൽഡ് കൺട്രോൾ ആണ്. കളി നിയന്ത്രിച്ചു പോണ ക്രൂസ് ആയിരുന്നു. അതാണ് നീ പറഞ്ഞ വാലിഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വാൽവെർദെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഹോഴ്സ് ആണ്. ഏകദേശം കസമേറോ ഓടിക്കളിക്കും. പക്ഷേ മോഡ്രിച്ചിനെ പോലെ ക്രിയേറ്റീവ് പാസ് ഇടുന്ന ആളില്ല. അതൊരു ക്രൂസ് കോമ്പിനേഷൻ അവിടെ. ഇവിടെ ബെല്ലിംഗ്ഹാം അറ്റാക്ക് മൈൻഡഡ് ആണ്, നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യും. പക്ഷെ അപ്പോഴും മോഡ്രിച്ചിന്റെ ആ സ്പാർക്ലിംഗ് ടച്ചും ക്രൂസിന്റെ ആ ഒരു പാസിംഗ് കൺട്രോളും ഒരു ഗെയിം നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ളതും അതുപോലെ തന്നെ ആ ഒരു അറ്റാക്കിംഗ് ത്രെഡിലോട്ടുള്ള ഒരു ഇതും കുറവാണ്. അതേസമയം ഡിഫൻസീവ് വൈസ് വാൽവെർദെ ഡിഫെൻഡ് ചെയ്യും, ചൗമിനി ഡിഫെൻഡ് ചെയ്യും, ബെല്ലിംഗ്ഹാം സപ്പോർട്ട് ചെയ്യും. പക്ഷേ ആ ഒരു മിഡ്ഫീൽഡ് കൺട്രോള് എന്താ പറയാ, കസമേറോ, ക്രൂസ്, മോഡ്രിച്ചിന് ഇത്രയും കൊല്ലങ്ങളോണ്ട് കൊണ്ടുവരാൻ പറ്റിയ ഒരു മിഡ്ഫീൽഡ് കൺട്രോളും പ്രസൻസും ബെല്ലിംഗ്ഹാം, വാൽവെർദെ, ചൗമിനി ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. കാരണം ആദ്യം നമ്മൾ പറയണെന്ന് പറഞ്ഞാൽ സാവി, ഇനിയസ്റ്റ, ബുസ്കറ്റ്സ് ആയിരുന്നു. അതിനുശേഷമാണ് മോഡ്രിച്ച്, ക്രൂസ്, കസമേറോ എന്ന്. ഇനിയിപ്പോൾ അടുത്തത് ബാഴ്സലോണയ്ക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പെഡ്രി, ഗാവി, ഡിയോങ് പറയാം. പക്ഷേ നോക്കാം. അതേപോലെ തന്നെ റയലിനും വാൽവെർദെ, ബെല്ലിംഗ്ഹാം, ചൗമിനി ഇത് എത്തൂല്ലേ എന്നുള്ളത് കണ്ടറിയണം.
അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല, പക്ഷേ റയൽ മാഡ്രിഡ് അത് അതാണ് സംഭവം. റയൽ മാഡ്രിഡ് ഇസ് റയൽ മാഡ്രിഡ്. പിന്നെ കോച്ച് ആഞ്ചലോട്ടിയാണ്. അതൊരു വലിയ സംഭവമാണ്. കോച്ചിനെ കളിപ്പിക്കാനറിയാം, എങ്ങനെ കളിക്കാനറിയാലും കളിപ്പിക്കാനറിയാം. അതൊരു സംഭവമാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഫോർവേഡിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും. സെന്റർ ഫോർവേഡ് ഇല്ല റയലിന് ഈ സീസൺ. ഹൊസലോവും കൂടി പോയി. ഒരു CFO, ഒരു പ്രോപ്പർ STO ആ ടീമിൽ ഇല്ല. റെഗുലർ ആയിരിക്കില്ല, ബെഞ്ചിലായിരിക്കും. ബെഞ്ചിലായിരിക്കും കൺഫേം. ഇപ്പോ എൻ്റെ ഒരു ഇതിൽ മോസ്റ്റ് പ്രോബബിളി റയലിന്റെ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടുവ, റോഡിഗർ, ഡേവിഡ് ആലബ, മെൻഡി, കാർവഹാൽ, ചൗമിനി, CDM, വാൽവെർദെ, ബെല്ലിംഗ്ഹാം. ഇപ്പുറത്ത് ലെഫ്റ്റ് വിങ്ങില് വിനീഷ്യസ് ജൂനിയർ തന്നെ കളിക്കും. റൈറ്റ് വിങ്ങില് റോഡ്രിഗോ. പക്ഷേ സെന്റർ ഫോർവേഡ് എംബാപ്പെ ഇരിക്കും. പക്ഷെ റോഡ്രിഗോയുടെ അവിടെ ഞാൻ പറയണ ഈ സീസണില് ആദ്ര ഗുളർ നല്ല ചാൻസസ് കിട്ടും, നല്ല രീതിയിൽ അപ്പിയറൻസ് കൂടും. ഗൂളറിനെ നല്ല രീതിയിൽ റൈറ്റ് വിങ്ങിൽ കൂടി കളിപ്പിക്കും. ചിലപ്പോ റോഡ്രിഗോയുടെ ചാൻസസ് കുറയാൻ നല്ല സാധ്യതകൾ കാണുന്നുണ്ട്. കഴിഞ്ഞ സീസൺ ഈ പറഞ്ഞതുപോലെ ഗൂളർ ഫസ്റ്റ് സീസൺ ആയിരുന്നു, ടീമായിട്ട് ലിങ്കപ്പായി വന്നിരുന്നു. യൂറോ കപ്പിലും കൂടി ഗൂളർ പ്രൂവ് ചെയ്തിട്ടാണ്. പിന്നെ റയലിന് ഇപ്പോഴും 2 ലെഫ്റ്റ് ഫുട്ടഡ് പെർഫെക്റ്റ് ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയേഴ്സ് ഉള്ളൂ. ബ്രാഹിം ഡിയാസ്, അതേപോലെ തന്നെ ഗൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടർ കിഡാണ്, ടർക്കിഷ് വണ്ടർ കിഡാണ്, ടാലന്റഡ് ആണ്. അപ്പോൾ ആഞ്ചലോട്ടി എന്തിന് ഒരു റൈറ്റ് ഫുട്ടഡ് പ്ലെയറിനെ റൈറ്റ് വിങ്ങിൽ ഇടണം? അതിന് പകരം ഒരു പ്രോപ്പർ ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയർ ഉണ്ട്, കുറച്ചും കൂടി ഡ്രിബിളിംഗ് ആയിട്ടുള്ള ട്രിക്കറി ആയിട്ടുള്ള പ്ലെയറിന് ചാൻസസ് കൊടുത്ത്. പിന്നെ അതേപോലെ തന്നെ റോഡ്രിഗോനെ കുറച്ചും കൂടി റെസ്റ്റ് റോളിലോട്ടൊക്കെ കൊണ്ടുവന്നൂടെ? അപ്പോ ഇതിന്റെ അകത്തുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള സംഭവം എന്ന് പറഞ്ഞാൽ എംബാപ്പെ ഓപ്പൺലി പറഞ്ഞു എനിക്ക് വിങ്ങി കളിക്കാനാണ് താല്പര്യം. പക്ഷേ അതല്ല, വിനീഷ്യസ് ആണോ എംബാപ്പെ ആണോ കുറച്ചും കൂടി ബെസ്റ്റ് ST പ്രിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓബിയസ്ലി എംബാപ്പയാണ്. വിനീഷ്യസിനേക്കാളും നല്ലൊരു ST ചോയ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംബാപ്പയാണ്. അപ്പോ പക്ഷേ എംബാപ്പെ കളിക്കാൻ ഇഷ്ടവും LW ആണ്, ലെഫ്റ്റ് വിങ് ആണ്. സോ ആഞ്ചലോട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിനീഷ്യസിനെയും എംബാപ്പേനെയും രണ്ടുപേരും ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെ കളിപ്പിക്കാൻ പറ്റും, അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. കഴിഞ്ഞ സീസണിൽ അതേ ഫോർമേഷനിൽ കളിപ്പിക്കണം, ഡയമണ്ട് ഫോർമേഷനിൽ എന്ന് പറഞ്ഞാൽ എംബാപ്പെ, വിനീഷ്യസ്, ബെല്ലിംഗ്ഹാം MFE തന്നെ കളിക്കും. മിഡില് കമവിംഗ കയറും, കമവിംഗ, ചൗമിനി, വാൽവെർദെ, 4 മിഡ് ഉണ്ടാവും. അപ്പോ എടാ റയലിന്റെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ സ്കോട്ട് ഡെപ്ത് എടുത്തോ. റോഡ്രിഗോ മാത്രമല്ല, ബ്രാഹിം ഡിയാസ്, ഗൂളർ, എൻഡ്രിക്ക്, റോഡ്രിഗോ, അൽഫോൺസോ ഡേവിസ്, ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡ് അടുത്ത സീസണിൽ ഫ്രീ സൈനിങ്സ് ആയിട്ട് വരുമെന്ന്. അപ്പൊ ലെഫ്റ്റ് ബാക്ക് പോയി റൈറ്റ് ബാക്ക് പോയി സബാഷ്. കുറച്ച് കൊല്ലത്തേക്ക് ഞാൻ ടീമിൽ തൊടാൻ നിൽക്കണ്ട. അതെ, ഇതൊരു ഫ്യൂച്ചർ ടീമാണ് എന്നുവെച്ചാൽ ഒരു 5-10 കൊല്ലത്തേക്കുള്ള ടീമായിട്ടാണ് ഇപ്പൊ സെറ്റാക്കി നിർത്തണം. അല്ല, പക്ഷെ ഇതിനുള്ള പ്രശ്നം എന്ന് പറയുന്നറിയോ, ബാഴ്സലോണ പ്രസിഡന്റ് ലപ്പോർട്ട് പറഞ്ഞ സംഭവമുണ്ട്. ഒരുപാട് സൂപ്പർ സ്റ്റാർസ് വന്നു കഴിഞ്ഞാൽ ഈഗോയുടെ പ്രശ്നം വരും. ഇപ്പൊ സ്വാഭാവികമായിട്ടും റോഡ്രിഗോന് ചാൻസ് കുറയുമ്പോൾ റോഡ്രിഗോ പോകാനുള്ള മൈൻഡ് വരും. കാരണം നല്ല ടാലന്റഡ് പ്ലെയർ ആണ്, എത്ര വയസ്സുള്ളൂ, എന്തിനു ബെഞ്ചിലിരിക്കണം, വേറെ ഏത് ക്ലബ്ബ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇടൂല പ്ലെയറിന്. തീർച്ചയായും. അപ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളൂ. സോ അടുത്ത സീസൺ നമ്മളെല്ലാവർക്കും അറിയാം റയലാണ് ഓൺ ഷീറ്റ് ഓൺ പേപ്പർ ദ ബെസ്റ്റ് ടീം. പക്ഷേ ബെസ്റ്റ് ടീം ഇൻ യൂറോപ്പ്, പക്ഷേ ബെസ്റ്റ് ടീം ഇൻ ദ വേൾഡ്. റയൽ അപ്പൊ എങ്ങനെ ലൈനപ്പ് കാണുന്നുള്ളത് എല്ലാവരും ഒരു ക്യൂരിയോസിറ്റിയാണ്. നോക്കാം. റയലിന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ അപ്പുറത്തൊരു ടീം റയൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാഴ്സലോണ മറ്റേ യൂറോ കപ്പ് സീസൺ കഴിഞ്ഞപ്പോ തൊട്ടേ അത് മറ്റേ സംഭവമാണ് അഡിഡാസ് അബിഡാസ്. ഞങ്ങൾ ഒന്നിറക്കിയ അവിടെ രണ്ടിറക്കും എന്ന് പറയണ പോലെയാണ് ബാഴ്സലോണ. എന്താടാ എംബക്കേനെ ഇറക്കിയിട്ടുണ്ട് ബാഴ്സലോണ ഗൈസ്. എനിവേ യൂറോ കപ്പിന് ശേഷം ഭയങ്കര സ്ട്രോങ് റൂമറായിരുന്നു നിക്കോ വില്യംസും യമാലും ഒരേ ടീമിൽ കളിക്കും എന്നുള്ളത്.
നിക്കോ വില്യംസിന് വേണ്ടി ഡൊണേഷൻ വരെ തുടങ്ങി ബാഴ്സലോണ സ്വീകരിക്കുന്നതാണെന്നും പറഞ്ഞിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നീക്കോ വില്യംസ് 2027 വരെ അത്ലറ്റിക് ക്ലബായിട്ട് കോൺട്രാക്ട് പുതുക്കിയിരിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2027 വരെ നീക്കോ വില്യംസ് അവിടെ ക്ലബിൽ കളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആ ക്ലബ് പറയണ വില കൊടുത്ത് ക്ലബാന്ന് പറഞ്ഞാൽ ഈസിലി ഒരു 100 മില്യൺ 80 മില്യൺ മിനിമം 80 മില്യൺ പറയാം. ബാഴ്സലോണക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? ഈ സാഹചര്യത്തിൽ പറ്റില്ല. സോ യമാൽ നിക്കോ വില്യംസ് എന്നുള്ള ഒരു കോമ്പിനേഷൻ കാറ്റലോണിയൻസ് മറന്നേക്ക്, ചാൻസസ് കുറവാണ്. പക്ഷേ ഇവിടെ അപ്പോഴും വേറൊരു സംഭവമുണ്ട്. ബാഴ്സലോണയുടെ പ്രസിഡന്റ് ലപ്പോർട്ടക്കായിരുന്നു യമാലിനെ വേണ്ടത്, കോച്ചിന് ഡാനിയൽ മോനായിരുന്നു വേണ്ടത്. ആൻഡ് നമ്മുടെ എല്ലാവരുടെയും വിശ്വസ്തനായ ഫുട്ബോൾ പണ്ഡിറ്റ് ഫെബ്രീസിയോ റൊമാനോ പറഞ്ഞ് എക്സ്ക്ലൂസീവ് ന്യൂസ് പറഞ്ഞിട്ടുണ്ട്, ഡാനി ഒൽമോ ബാഴ്സലോണയായിട്ട് പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്തിട്ടുണ്ട് 2030 വരെ. 2030 വരെയോ? 2030 വരെ. പക്ഷേ ക്ലബുകൾ തമ്മിൽ ധാരണയായിട്ടില്ല. ഫീസിന്റെ സ്ട്രക്ചർ 55 മില്യൺ ആണെന്നുള്ളത് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെ ബാഴ്സലോണ അടയ്ക്കാൻ ഉദ്ദേശിക്കും എന്നുള്ളതും ആഡ് ഓൺസും ബാക്കിയുള്ള സംഭവങ്ങളും അതെല്ലാം കൂടി നോക്കി. പിന്നെ ഫ്ലിക്കിനെ സംബന്ധിച്ച് ഫ്ലിക്കിന് എന്തായാലും ഡാനി ഓൾമോ വേണം. പുള്ളിക്കാരൻ ബയോണി കോച്ച് ചെയ്യിപ്പിച്ചാണെങ്കിലും ജർമ്മനി കോച്ച് ചെയ്യിപ്പിച്ചാണെങ്കിലും ഒരു AMF അല്ലെങ്കിൽ ഫോൾസ്മാനായിട്ടേ കളിപ്പിച്ചിട്ടുള്ളൂ. ബാഴ്സയിൽ വേണമെങ്കിൽ പെട്രീൻ അല്ലെങ്കിൽ ആവിനെ AMF ഇടാം, പക്ഷേ അവർ പ്രോപ്പർ അല്ല, അവർ CMF ആണ്. അപ്പോൾ പ്രശ്നം അപ്പോഴും വേറൊരു പ്രശ്നമുണ്ട് ബാഴ്സക്ക്. ലെവൻഡോസ്കി ഓക്കെ, യമാൽ ഓക്കെ, ഇപ്പോൾ ഡാനിയോൾമോ പെഡ്രി ഫ്രാങ്കി ഡിയോങ് അല്ലെങ്കിൽ ആവി ഡിഫൻസ് ആണ് അല്ല, ലെഫ്റ്റ് വിങ് ആരാ? ഫെറാൻഡോസ് അത്രയും കേപ്പബിൾ ആണ്. പിന്നെ മെസ്സി 2.0 ഉണ്ട്, അൻസുഫാത്തി തിരിച്ചു വന്നിട്ടുണ്ട്. അതെന്തോ ആവട്ടെ. അപ്പോഴും ഇല്ല, ഇപ്പോൾ ഈ അൻസുഫാത്തി ആയിക്കോട്ടെ, റഫീനി ഉണ്ട്. പിന്നെ റഫീനി പക്ഷേ പ്രോപ്പറായിട്ട് റൈറ്റ് വിങ് ആണ്, ലെഫ്റ്റ് വിങ് അല്ല. റഫീനി ഒരു നല്ല പ്ലെയർ തന്നെയാണ്, പക്ഷേ അപ്പോഴും ബാഴ്സലോണയ്ക്ക് ഡെപ്ത് ഇല്ല, സ്കോർ ഡെപ്ത് ഇല്ല. ഡിഫൻസിലോട്ട് വന്നു ഡെപ്ത് ഉണ്ടാ? അറോഹോ, ക്രിസ്ത്യൻസൺ, കോണ്ടേനെ റൈറ്റ് വിങ് ഇടും, RB ഇടും. LB മറ്റേ ബാലിൽ കളിച്ചാലും ബെഞ്ചിലോട്ട് പോവാം. മിഡ് ഉണ്ട്, പക്ഷെ ഡിഫൻസ് അറ്റാക്കും ബെഞ്ച് ഉണ്ടാ. പിന്നെ ലാമാസിയ ബ്രോട്ട്സ് എന്ന് പറഞ്ഞ പിള്ളേർ ഇറക്കി കൊണ്ടുവന്നാലും എടാ, പക്ഷെ പിള്ളേർ ഇറക്കിയാലും എല്ലാ പിള്ളേരും കളിക്കണമെന്നുണ്ടോ? എക്സ്പീരിയൻസ് ഉള്ളടുത്ത് എക്സ്പീരിയൻസ് തന്നെ വേണം, ടാലന്റ് വേണ്ടിട്ട് ടാലന്റ് വേണം. അല്ലാണ്ട് വെറുതെ ഇപ്പൊ ലപ്പോർട്ട മിനിയാന്നും കൂടി പറഞ്ഞ് ഞങ്ങൾക്ക് കാശ് കൊടുത്ത് കളിക്കാറ് വീട്ടിനേക്കാളും ഇഷ്ടം ഞങ്ങളുടെ ലാമാസിയ പിള്ളേരെ പൊക്കിക്കൊണ്ടു തന്നെയാണെന്ന്. പക്ഷെ അത് കാശില്ലാത്തതുകൊണ്ട് പുള്ളി അങ്ങനെ പറയണെന്ന് നമുക്കെല്ലാം അറിയുള്ളൂ. അല്ല, പുള്ളിയുടെ അവസ്ഥ പുള്ളിക്ക് ഇത്രയും ദാരുണമായ പ്രസിഡന്റ് ലോകത്തിൽ വേറെ ആരും ഉണ്ടാവൂല. അല്ല, ഒരു ബാഴ്സലോണ ഫാൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നുണ്ട്, അടുത്ത സീസണിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അടുത്ത സീസൺ നമുക്ക് കണ്ടറിയാം. അടിക്കണം എന്നാണ് 100-ൽ എത്ര ശതമാനം? ഇപ്പൊ വളരെ കുറവാണ്. കാരണം റയലിന് നമ്മുടെ പേപ്പറിലുള്ള ടീം എന്ന് വെച്ചാല്. പക്ഷേ ഞാൻ പറയണ് ഇല്ല, അത് ഞാൻ ഇപ്പൊ പറയണം, അത് നമുക്ക് ഇല്ല, അങ്ങനെ ഞാൻ ഒരിക്കലും പറയാൻ വന്നിട്ടുണ്ടായില്ല. അതിനുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മ എന്തായാലും സീസൺ തുടങ്ങുന്നേക്കാളും മുമ്പ് ലാലിഗയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളതും പ്രീമിയർ ലീഗ് ഇടുമല്ലോ, അപ്പോൾ അത് അപ്പൊ പറയാം. പക്ഷേ റയൽ അത്ര എളുപ്പമായിട്ട് അടിക്കില്ല, അത് ഞാൻ ഉറപ്പ് തരാം. കാരണം ഈ പറഞ്ഞ റയലും ബാഴ്സയും മാത്രമല്ല, അത്ലറ്റിക്കോ മഡ്രിഡ് അടിപൊളിയായിട്ട് ടീം ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മറാട്ട പോയി സമ്മതിച്ചു, പക്ഷേ നോർമൻഡി എന്ന് പറഞ്ഞ ഡിഫൻഡറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കാലഗറിന് ബിഡ് വെച്ച് കാലഗറിനെ കൊണ്ടുവരാനുള്ള പഠിച്ച പണി മൊത്തം നോക്കിയിട്ടുണ്ട്. ഇഷ്ടം പോലെ കളിക്കാർ ഇപ്പൊ തന്നെ റിക്രൂട്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ റൂമറായിട്ട് പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്ലറ്റിക്കോനെ നല്ല രീതിയിൽ നോക്കണം, അതൊരു സംഭവമായിട്ട് നിൽക്കേണ്ടി വരും. കാരണം റയലും ബാഴ്സ എപ്പോഴും എങ്ങനെ കളിച്ചാലും അത്ലറ്റിക്കോ എപ്പോഴും ഒരു സേഫ് പ്ലേ കളിച്ച് ടേബിളിൽ ഉണ്ടാവും. അത് ശരിയാണ്. പക്ഷെ റയലിനെ ഏറ്റവും കൂടുതൽ ബാർസലോണക്കാലും ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം കളിക്കല്, അതുകൊണ്ട് തന്നെ അത്ലറ്റിക്കോനെ നമ്മൾ സൂക്ഷിക്കണം. അപ്പോ ഇനിയിപ്പോ അടുത്തത് പ്രീമിയർ ലീഗിൽ ലീഗ് കഴിഞ്ഞ് ഇനി പ്രീമിയർ ലീഗിലോട്ട് പോവാം. ഈ സീസണിൽ ഒറ്റ ട്രാൻസ്ഫർ അവർ നടത്തിയിട്ടുള്ളൂ, പക്ഷെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാൻസ്ഫർ എന്ന് പറയാം കാൽഫോറി ടു ആഴ്സണൽ. വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോമിസിങ് സെന്റർ ബാക്സ് ആണ്, പക്ഷെ LBയും കളിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ആഴ്സണലിന്റെ ബാക്ക് ലൈൻ എടുത്താലുണ്ടല്ലോ പൊട്ടിക്കാൻ പണിയാണ്. കാരണം
ബെൻ വൈറ്റ് CB ആണ്, ആർട്ടറ്റ RB ആക്കി മാറ്റി. സലീബ ഗബ്രിയൽ നല്ല CB ആണ്, നല്ല പാർട്ണർഷിപ്പാണ്. ഇപ്പുറത്ത് സിഞ്ചക്കോട ഒരു വിങ് ചെറിയ ഒരു ഇതുണ്ടായി ഡിഫെൻസീവില്. കാലിഫോർണിയ LB കളിക്കും. കാലിഫോർണിയും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോർമേഷൻ മാറ്റാ 3 ആക്കി കഴിഞ്ഞാലും കാലിഫോറി ഗാബ്രിയൽ സലീബ കാലക്കാനാണ്. പിന്നെ ടിംബർ ബെഞ്ചിലും ഉണ്ട്. ഇതൊന്നും പോരാണ്ട് വേറൊരു സാധനം കൂടി ഇഞ്ചക്ട് ചെയ്ത് കേട്ടിട്ടുണ്ട്. മൈക്കിൾ മെറീനോ ജർമ്മനിക്കെതിരെ സെമിയില് ഹെഡ് ചെയ്ത് എക്സ്ട്രാ ടൈമിൽ ഗോൾ അടിച്ച പ്ലെയർ. അങ്ങനെ പറഞ്ഞാൽ മിക്കവർക്കും മനസ്സിലായി. സ്പെയിൻ്റെ അടിപൊളി മിഡ്ഫീൽഡറാണ്, കൺട്രോളിങ് മിഡ്ഫീൽഡറാണ്. ഒരു ബുസ്കറ്റ്സ് റോഡ്രിയുടെ ആ ഒരു സംഭവം എന്ന് പറയാം. ആഴ്സണലിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആകപ്പാട് ഒരൊറ്റ നല്ല മിഡ്ഫീൽഡർ ഉണ്ടായുള്ളൂ, ഡിക്ലൈൻ റൈസ്. പിന്നുള്ള ജോർജിനോ വരുന്നത്. ഓയിഡ്ഗാർഡ് ആണെങ്കിൽ അറ്റാക്കിംഗ് ആണ്. അപ്പോൾ ബെഞ്ചിലോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഉണ്ടായില്ല മിഡിൽ, ആ ഒരു കൺട്രോൾ സ്റ്റെബിലിറ്റിക്ക്. മൈക്കിൾ മെറീനോ വന്നു കഴിഞ്ഞാൽ ഡിക്ലൈൻ റൈസിന് കുറച്ചും കൂടി എളുപ്പവും. അപ്പോൾ ഓബ്വിയസ്ലി ആഴ്സണൽ അടുത്ത സീസണിലുള്ള ലൈൻ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ സലീബ ഗബ്രിയൽ കാലിഫോറി ബെൻ വൈറ്റ് മൈക്കിൾ മെറീനോ ഡിക്ലൈൻ റൈസ് എന്ന് പറയുമ്പോൾ തന്നെ മിഡ് സ്ട്രോങ് ആയി. മിഡ് നല്ല രീതിയിൽ ഓയിഡ്ഗാർഡിന് അപ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കളിക്കുക, നല്ല രീതിയിൽ കളിക്കുക ഓയിഡ്ഗാർഡിന്. പക്ഷെ അപ്പോഴും ST ഇല്ല, സ്ട്രൈക്കർ ഇല്ല ആഴ്സണലിന്. ഗബ്രിയൽ ജീസസ് ഹവേർട്സ് ആണെങ്കിലും പക്ഷേ അതാണ് ആന്റിസിപ്പേഷൻ അല്ല. ഹവേർട്സ് പറഞ്ഞ പോലെ ഡിപ്പെൻഡന്റ് അല്ല. ഹവേർട്സ് റാഷോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിളങ്ങി അല്ലെങ്കിൽ ഇല്ല. അതാണ് പ്രശ്നം, കൺസിസ്റ്റൻസി ഇല്ല. വിങ് ഉണ്ട്, സാക്കി ഉണ്ട്, മാർട്ടിനേലി ഉണ്ട്, പക്ഷെ ഫിനിഷ് ചെയ്യാൻ ആളില്ല. ആഴ്സണൽ ഈ സീസണിൽ ഒരു സ്ട്രൈക്കറിനെയും കൂടി കൊണ്ടുവന്നു, ഒരു പ്രോപ്പർ ഫിനിഷർ സ്ട്രൈക്കറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ കപ്പടിച്ചില്ലെങ്കിൽ എന്തോ ശാപം ഉണ്ട് ആ ക്ലബില്. അത് പക്ഷേ ഈ സീസൺ എനിക്ക് തോന്നുന്നു അതിനെ കുറിച്ച് നമുക്ക് പറയണം. നമുക്ക് ട്രാൻസ്ഫർ ന്യൂസിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. സിറ്റി ആ പടൊറ്റ സൈനിങ് നടത്തിയിട്ടുള്ളൂ, സാവിയോ ജെറോണ എന്നുള്ള സാവിയോ. അത് ഓൾറെഡി സിറ്റി പ്ലെയർ എന്നുള്ള രീതിയിൽ തന്നെ ഇരുന്ന് സൈനിങ് കഴിഞ്ഞ് നല്ലൊരു റൈറ്റ് വിങ്ങറാണ്. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ഉപയോഗിക്കുന്നുള്ള കാണാം. ലിവർപൂള് 0 സൈനിങ്സ്. ക്ലോപ്പ് പോയി അല്ല, പുള്ളി കോച്ചിങ് നിർത്തി തന്നെ അനൗൺസ് ചെയ്ത്. പിന്നെ ഇത് കാണാൻ പറ്റൂല. ക്ലോപ്പ് നിർത്തി. അപ്പോ ക്ലോപ്പ് നിർത്തിയത് പോട്ടെ, നമ്മ എപ്പോഴും പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൊല്ലങ്ങളായിട്ട് ലിവർപൂൾ ഇനി നോക്കണ്ട. പുതിയ കോച്ചാണ്, പുതിയ സിറ്റി ആർസണൽ എത്തി. ആർസണൽ അവിടെ എത്തി. അടുത്ത സീസൺ എന്തായാലും ഉണ്ടാവും. സിറ്റി ലിവർപൂള് എന്താന്ന് പറഞ്ഞൂടാ. ലിവർപൂൾ സാധാരണ ട്രാൻസ്ഫർ റൂമേഴ്സ് വരാറില്ല, ഒറ്റടി കളിക്കാരെ സൈൻ ചെയ്ത് പോകാല പതിവ്. അതേപോലെ നടക്കൂല എന്നുള്ളത് കണ്ടറിയാം. പിന്നെ ലിവർപൂളിലൊന്നും എഴുതി തള്ളാൻ പറ്റില്ല. പുതിയ കോച്ചിന്റെ കീഴില് ലിവർപൂൾ എനിക്ക് ഈ സീസൺ പ്രതീക്ഷയില്ല. കാരണം അല്ല, നമുക്കിപ്പോ ആ സീസൺ ടേബിളിലോട്ട് ഇപ്പൊ പോകണ്ടടാ. അതെന്തായാലും അടുത്തതിൽ ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങണേക്കാളും പറയാം. യുണൈറ്റഡിനെ എടുക്കാം. യുണൈറ്റഡ് ലെനി യൂറോനെ സൈൻ ചെയ്ത്, പക്ഷെ പുള്ളിക്കാരനെ പിഞ്ചേർഡായിട്ട് 3 മാസത്തോളം പരിക്കായിട്ട് കണ്ടില്ല. റയൽ നോക്കിയ CB ആണ്. യുണൈറ്റഡിൽ വന്ന് ഒറ്റയടിക്ക് തന്നെ പരിക്കായി. പിന്നെ ഈ പറഞ്ഞ പോലെ സിറക്സി വന്നിട്ടുണ്ട്, നല്ല ടാലന്റഡ് ഫോർവേഡ് ആണ്. ഇതേപോലെ തന്നെ ഇരുന്ന് ഹോലൻഡിനെ കൊണ്ടുവന്ന് ഹോലൻഡ് കളിച്ചാന്ന് വെച്ചാൽ കളിച്ച് സിറക്സി കണ്ടറിയാം. അപ്പോ അതാണ് ടെൻഹാഗനെ. പിന്നെ അല്ല, ടെൻഹാഗിനെ ഐസായിട്ട് ആക്സ് ആക്കി മാറ്റാൻ നോക്കുന്നുണ്ട്. ഡിലൈറ്റിനെയും മസോറോനെയും ഒരുമിച്ച് നടക്കൂലെന്ന് മനസ്സിലായി. ഇനിയിപ്പോ ഡിലൈറ്റും അതേപോലെ തന്നെ മസോറിനെയും ബയോണിന്ന് 2 കളിക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡംഫ്രീസിനെ നോക്കിയിരുന്നു, പക്ഷെ ഡംഫ്രീസ് നടക്കൂലെന്ന് തോന്നുന്നു. അപ്പോൾ ഡിലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഡിലൈറ്റ്, മാർട്ടീനസ്, ആന്റണി, പിന്നെന്തോന്നാ ഈ സിറക്സ് നെതർലാൻഡ് പ്ലെയർ ലോഡല്ല ഗോട്ട് ആന്റണി. അപ്പോ ആ ഒരു ഭയങ്കരമായിട്ട് ആക്സ് ആക്കാൻ നോക്കണോ എനിക്ക് തോന്നുന്നുണ്ട് യുണൈറ്റഡ്. പക്ഷേ അതെന്തോരം വർക്കൗട്ട് ആവുന്നുള്ളത്. ഒരു സീസൺ 2 സീസൺ ഒരു അടിപൊളി സീസൺ ആയിരുന്നു പറഞ്ഞിട്ട് പുള്ളിക്കാരന ഓരോ ക്ലബിനും അവരുടേതായ ഒരു ശൈലി ഉണ്ട്. ഇപ്പൊ ബാഴ്സലോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ആക്കാം, ബാൻ എന്ന് പറയുന്നത് ഓൾ ഔട്ട് അറ്റാക്ക്, റയൽ എന്ന് പറഞ്ഞാൽ ഒരു കൗണ്ടർ. ഓരോ ക്ലബിൻ്റെതായ ശൈലിയുണ്ട്. ഇത് യുണൈറ്റഡിന് ഒരു ശൈലിയുണ്ട്. അത് കളഞ്ഞിട്ട് ടെൻഹാഗ് വന്നിട്ട് ടെൻഹാഗിനെ കുറെ കോപ്രായങ്ങൾ കാണിക്കാന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യമൊന്നുമല്ല. ടീമിന് മാത്രമല്ലടാ, ലീഗ് തന്നെ ഡിഫറെന്റ് ആയിരിക്കുള്ളൂ. ഇപ്പൊ സിറിയ കളിക്കണ പോലെ ആയിരിക്കില്ല പ്രീമിയർ ലീഗ് കളിക്കണത്. ലീഗ് കളിക്കണ പ്രീമിയർ ലീഗ് ഒന്നും കൂടി ഫാസ്റ്റ് ആണ്.
ലാലിക അതേസമയം ബിൽഡപ്പും പാസിംഗും ആണ്. സിരിയാണ് ഡിഫെൻസീവ് ആണ്. അപ്പോ ഇയാളെ റെഡ് വൈസി കളിപ്പിച്ച പോലെ ടച്ച് ലീഗ് കളിപ്പിച്ച പോലെ വന്നിട്ട് പ്രീമിയർ ലീഗ് കളിക്കാൻ പറഞ്ഞാൽ നടക്കണ കേസല്ല. പിന്നെ യുണൈറ്റഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് ബ്രൂണോ അല്ലാണ്ട് ഒരു പ്ലെയർ ഉണ്ടോ? കൺസിസ്റ്റന്റ് പ്ലേയേഴ്സ് ഇല്ല. ആ പട ബ്രൂണോനെ പറയാൻ പറ്റുള്ള ടീമിൽ അല്ലാണ്ട് ആരാ ഉള്ളേ? കസമേറോയുടെ ടൈം കഴിഞ്ഞ് ഒരു നല്ല CDM പോലും ഇല്ല. കസമേറോ വന്ന ടൈമില് ഗോട്ടഡായിരുന്നു. പക്ഷെ പോയില്ല. ഇപ്പോ കഴിഞ്ഞ സീസൺ കൂടി പോയില്ലേ. ഈ റാഷ്ഫോർഡ് ഒരു സീസൺ കത്തിക്കാൻ ഒരു സീസൺ കത്തൂല. സാൻജോ ഇപ്പൊ പ്രശ്നമൊക്കെ മാറിയത് ഇപ്പൊ കളിപ്പിക്കാൻ ഇറങ്ങാനായിട്ട് കളിക്കോ ഇല്ല എന്നുള്ളത്. സാൻചോ തിരിച്ചു തിരിച്ചു വന്നിട്ടുണ്ട്. അല്ല ഇനിയിപ്പോ പ്രശ്നം മാറി ഒന്നും കൂടി ഇറക്കോയില്ലെന്ന് കണ്ടറിയണം. എന്തോ ന്യൂസ് ഒക്കെ ഉണ്ടായല്ലോ വരണില്ലെന്ന്. അല്ല അത് തിരിച്ചു വന്നു. ലോണി പോയതാണല്ലോ ഡോട്ട്മണ്ടിലോട്ട്. തിരിച്ചു വന്ന പ്രശ്നമൊക്കെ മാറി കളിക്കാൻ ഇറങ്ങി. പക്ഷെ അപ്പോഴും യുണൈറ്റഡിന്റെ ഗതി അതോ ഗതിയാണ് കണ്ടറിയുക. അതിലും കഷ്ടപ്പെട്ട് വേറൊരു ടീമുണ്ട്, ചെൽസി. ആ ടീമിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? പ്രീമിയർ ലീഗിലെ ബാർസലോണ അല്ല, പ്രീമിയർ ലീഗിലെ ബാർസലോണ അല്ല. ആ ടീമിൽ എത്ര ഗോൾ കീപ്പർ ഉണ്ട്? 8 ഗോൾ കീപ്പറാണ് ചെൽസിയുടെ ടീമിലുള്ളത്. എടാ ഈ ടോഡ് ബോളി എന്ന് പറഞ്ഞ ഓണർ വന്നതിന് ശേഷം ചെൽസി എന്തോ 1 ബില്യണിന് മുകളിൽ ചെലവാക്കി. പക്ഷെ എന്നിട്ട് പോലും ഒരു ട്രോഫി പോലും ഇതുവരെ ഒരു ട്രോഫി ഇട്ടിട്ട് നല്ല കളി ഇതുവരെ കളിച്ചിട്ടില്ല. പോച്ചിറ്റീനോ അവസാനം ടീമൊന്ന് സെറ്റാക്കി കൊണ്ടുവന്ന് കയറ്റി കൊണ്ടുവന്നാണ്. അപ്പൊ കൊണ്ടുവന്ന അയാളെ ഫയർ ചെയ്ത് എന്നിട്ട് പുതിയ കോച്ചിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കുറെ സൈനിങ്സ് എടുത്തിട്ടുണ്ട്. ചെൽസി കോച്ചസിന് ഒരു ഗ്യാപ്പും കൊടുക്കൂല. മിഡ് സീസൺ ഒരു ഫുൾ സീസൺ പോലും കളിപ്പിക്കാറില്ല. മിഡ് സീസൺ ഇതിപ്പോ സമയം കൊടുത്തോണ്ട് ഈ റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ ടൈം എടുക്കും. ഒരു സീസൺ കൊണ്ട് ജയിക്കാൻ ഒരു കോച്ചിനെ കൊണ്ടുവന്നിട്ട് യുണൈറ്റഡിനെ പുറത്താക്കിയിരുന്നില്ല കഴിഞ്ഞ സീസണില്. അവര് പുറത്താക്കിയില്ല. ഒരു കപ്പടിച്ചു കൊടുത്തല്ലോ പറഞ്ഞത്. എന്റെ ജോലി കപ്പടിച്ചു കൊടുക്കലാന്ന് പറഞ്ഞത്. കപ്പ് അപ്പോ ഈ പറഞ്ഞതുപോലെ ചെൽസി അങ്ങനെ ഒരു സംഭവം. പക്ഷെ ചെൽസി ഇപ്പൊ ഒരു കലക്കണ്ടിയിൽ നടത്താൻ നോക്കുന്നുണ്ട്. നടത്തി കഴിഞ്ഞാൽ നോക്കിയിരിക്കും. ലുക്കാക്കു ടു നെപ്പോളി, ഒസീമെ ടു ചെൽസി. നെപ്പോളി, ഒസീമെ ടു ചെൽസി. പക്ഷെ ഇതിന്റെ അകത്തുള്ള ചെൽസിക്ക് ഗുണമാണ്. പക്ഷെ ഒസീമെ കരിയർ നശിയാണ്ടിരുന്നാന്ന് മതി. പക്ഷെ ഒസീമൻ സൗദിയിൽ പോണെന്ന് ഒസീമേനെ PSG നോക്കി നല്ല രീതിയിൽ ബിഡും വെച്ച് നെപ്പോളി ആക്സെപ്റ്റ് ചെയ്തില്ല. നെപ്പോളി 100-120 വേണമെന്നുള്ള രീതിയിൽ തന്നെ പിടിച്ചു നിൽക്കണേണ്. 120 അപ്പോ അത് PSG കൊടുക്കൂല എന്ന് പറഞ്ഞ് PSG ഉള്ള കളിക്കാരും മതി എന്ന് പറഞ്ഞു PSG ദൂരത്തടിച്ച് സ്പെൻഡ് ചെയ്യണം നിർത്തി. ആ പട ഈ സീസണിൽ ജാവനാവസിന് എന്തോ 60 മില്യൺ എന്തോ സൈൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല പ്ലെയർ ആയതുകൊണ്ടാണ്. അപ്പോ വിക്ടർ ഒസീമെ സൗദിയിലോട്ട് പ്രപ്പോസൽസ് വന്നാൽ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞേക്കണേ. നിലവിൽ സ്ട്രോങ് ആയിട്ട് ഒരു പ്രപ്പോസൽ സൗദിയിൽ നിന്ന് വന്നിട്ടില്ല. അതേസമയം നെപ്പോളിയിലോട്ട് ലുക്കാക്ക് പോകണമെന്ന് പറഞ്ഞാൽ ആന്റോണിയോ കൊണ്ട് ലുക്കാക്ക് ആകെ ഒരു കണക്ഷൻ വെച്ചാണ് ലുക്കാക്ക് പോണത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. മറിച്ച് ഈ പറഞ്ഞ പോലെ ഒസീമെ ചിന്തിക്കണത് ചെൽസിയിലോട്ട് വന്നു. സ്ട്രഗ്ലിംഗ് ടീമാണ്, തുടങ്ങിയിട്ടുള്ളൂ, പുതിയ കോച്ചാണ്. അപ്പോ ഒസീമയുടെ ഗുണം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നിട്ട് അടിച്ചിട്ടോളും. ചെൽസിക്ക് അങ്ങനത്തെ ഒരു ഫോർവേഡിനെ കിട്ടിയിട്ട് കുറേ കൊല്ലങ്ങളായി. ദ്രോഗ്ബ പോയതിനു ശേഷം ഒരു നല്ല ഫോർവേഡ് ചെൽസിക്ക് ഉണ്ടായിട്ടില്ല. സോ അത് കണ്ടറിയേണ്ട സംഭവം തന്നെയാണ്, വർക്കൗട്ട് ആവുമോ ഇല്ല എന്നുള്ളത്. പിന്നെ സൗദിയുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ രസം ഒരു സൈനിങ് വന്ന് ആ ക്ലബ്ബ് അയാൾ വിട്ടോന്നും പറഞ്ഞ്, പക്ഷെ എടുത്തില്ല. ഒരു വലിയ ഡിഫൻഡറാണ്. ആരാന്ന് പറയാൻ പറ്റുമോ? ഒരു വലിയ ക്ലബ്ബിൽ കളിക്കണ വൺ ഓഫ് ദ ഗോട്ടഡ് ഡിഫൻഡറാണ്. വാൻഡൈക്കിന്റെ അടുത്ത് അൽനാസർ ഓഫർ വെച്ച് വാൻഡൈക്കും സമ്മതിച്ച്. ഒന്ന് ആലോചിച്ച് ക്രിസ്ത്യാനോ വാൻഡൈക്ക് ഒരേ ടീമിൽ കളിക്കണത്. പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ ലിവർപൂൾ പറഞ്ഞ് 55 മില്യൺ 60 മില്യൺ ട്രാൻസ്ഫർ ഫീസ് വേണമെന്ന് പറഞ്ഞു. അൽനാസറിന് മറ്റേ ഫിഫയുടെ റെഗുലേഷൻസ് ഉള്ളതുകൊണ്ട് സൈൻ ചെയ്യാൻ പറ്റിയില്ല. റെഗുലേഷൻസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 200 മില്യൺ ക്രിസ്ത്യാനോന് സാലറി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുറേ വലിയ പ്ലേയേഴ്സിന് അൽനാസറിന് സൈൻ ചെയ്യാൻ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. എഡേഴ്സൺ ഈ 50 മില്യൺ കൊടുത്ത് സൈൻ ചെയ്യാണ്ടിരുന്നതും ക്രിസ്ത്യാനോന്, കാരണം വേറെ സൗദിയിലെ ക്ലബ്ബിലെടുത്താലും 100 മില്യൺ 25 മില്യൺ 50 മില്യൺ അങ്ങനെ പോകാനുള്ളൂ. ഇവിടെ 5 പേരുടെ സാലറി ഒറ്റൊരുതിനാ കൊടുക്കണേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രശ്നങ്ങൾ അൽനാസറിനുണ്ട്. പക്ഷെ എന്നാൽ പോലും സൈൻസ് വരുമെന്ന് പറയുന്നുണ്ട്. ഡിയാബി വന്നതിന് ഇത്തിഹാഡിലോട്ട് ബെൻസിമയുടെ ടീം അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. നാച്ചോ വന്ന്, ഒബമയാങ് വന്ന്, അത് അൽ കർദിഷ് എന്ന് പറയുന്ന ടീമിലോട്ടാണ്. റിച്ചാൾസൺ അൽ അഹിലിലോട്ട് വരൂ എന്ന് പറയാനുണ്ട്. സോ സൗദിയിലും സൈനിങ്സ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ വർഷത്തെ പോലെ അതിന് മുമ്പ് വർഷം പോലും ട്രാൻസ്ഫർ അത്ര ഹീറ്റപ്പ് ആയിട്ടില്ല. അതെ,
ഒരു നല്ല വാവ് സൈനിങ് എന്ന് പറയാനായിട്ട് സൗദിയാണോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച് മൊത്തത്തില് ഒരു ഹിറ്റപ്പ് ആയിട്ടില്ല. ഭയങ്കര സംഭവമായിട്ട് എന്ന് പറയാനായിട്ട് ഇത്തവണത്തെ ട്രാൻസ്ഫർ ന്യൂസ് നമുക്ക് വന്നിട്ടില്ല. പക്ഷെ വരും ആഴ്ചകളിൽ കാലിഫോറി മാത്രമേ ഉള്ളൂ പറയാം. പിന്നെ എംബാപ്പെ ഓൾറെഡി 5 വർഷമായി അപ്പോ എല്ലാവർക്കും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവമായിട്ടുള്ള ട്രാൻസ്ഫർ വന്നിട്ടില്ല. പക്ഷേ എൻട്രിക്ക് അതാണ് സംഭവം. അപ്പോഴുള്ള സംഭവം എന്ന് പറഞ്ഞാൽ എന്തായാലും സീസൺ തുടങ്ങുന്നേക്കാൾ മുമ്പ് കലക്കം കുറച്ച് സൈനിങ്സ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ ചെൽസിയുടെ കേസ് പറഞ്ഞപ്പോഴാ ചെൽസിയുടെ ക്യാപ്റ്റൻ പോണിയാണ് കാലഗറിന് വേണ്ടി ആസ്റ്റൺ വില്ല റെക്കോർഡ് ബിഡ് വെച്ച് ചെൽസി സമ്മതിച്ച് കാലഗർ പോകൂലെന്ന് പറഞ്ഞു. അത്ലറ്റിക്കോ മാഡ്രിഡ് അത്ലറ്റിക്കോന് വേറിട്ടുണ്ട്. അത്ലറ്റിക്കോ ജിറോണയുടെ സ്ട്രൈക്കർ ഉണ്ട്, ഉക്രൈനിയൻ സ്ട്രൈക്കർ ഡിബോയ്ക്ക്.